ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിലുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഒരു സ്രാവ് കറിയാണ്. അതിനുള്ള സ്രാവാണിത് ഈ ഇരിക്കുന്നത്. അപ്പോൾ കറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സ്രാവ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ മുകളിലായിട്ട് ആ ലിങ്ക് ഒന്ന് കൊടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കാണണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി സ്രാവ് കറിയിലേക്ക് കിടന്നാലോ. അതിനായിട്ട് സ്രാവ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ സ്രാവിൻ്റെ എല്ലാ കഷ്ണത്തിലും പിടിച്ച് കിട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മി കൊടുക്കണം. എന്നിട്ട് നമുക്കത് കുറച്ച് സമയം ഒരു 15 മിനിറ്റൊക്കെ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും 1.5 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, സവാള അരിഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് കുടംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. എത്രത്തോളം പുളി വേണ്ടി വരുന്ന ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ, അതിനനുസരിച്ചിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ എന്തായാലും പുളി അവിടെ ഇരുന്ന് കുതിരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ തേങ്ങ അരച്ച് വെച്ചതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മീൻകറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ വയ്ക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന സവാള അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് എന്നിവ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മീനിലേക്കുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് വെച്ചത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മീനിലേക്ക് നമ്മൾ ഉപ്പിട്ടായിരുന്നു, കറിയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. മീൻകറി ആയതുകൊണ്ട് തന്നെ ഞാൻ അടച്ചൊന്നും വയ്ക്കുന്നില്ല, തുറന്ന് തന്നെയാണ് വെക്കുന്നത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളച്ച് പുറത്തേക്ക് പോകും. നമ്മളിപ്പോൾ ഇതിൽ മീൻ ഇട്ടിട്ടില്ല. മീൻ കുറച്ചൊന്ന് വെള്ളമൊക്കെ തിളച്ച് ഒന്ന് വറ്റി തുടങ്ങിയതിന് ശേഷമാണ് മീൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് അടുപ്പത്തിരുന്നിട്ട് തിളയ്ക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്ന് തിളച്ച് നമ്മൾ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിരുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള സമയവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ചാറൊന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി നമുക്ക് ആവശ്യമുള്ള ഒരു പാകത്തിന് കിട്ടണം. അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചാറൊക്കെ നന്നായി വറ്റി കട്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് എന്തായാലും ഇറക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് കാച്ചിടണം. അതിനായിട്ട് നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ചെറിയുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ.